ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പേപ്പാറ ഡാം കാണാൻ വേണ്ടിയാണ്. രാവിലെ ഏകദേശം ഒരു 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടെ നമ്മുടെ സന്ദർശന സമയം എന്ന് പറയുന്നത്. നമ്മൾ വന്ന വാഹനങ്ങളൊക്കെ നമുക്ക് പുറത്ത് പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സൗകര്യമൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ അടുത്ത വശത്ത് കാണുന്ന ഈ ചെറിയ റൂമിലാണ് ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പേപ്പാറ ഡാമിലേക്ക് നടന്ന് പോകേണ്ടതുണ്ട്. ഈ റോഡ് കൂടെയാണ്. ഇരുവശത്തും നല്ല മരങ്ങളൊക്കെയുള്ള തണലൊക്കെയുള്ള നല്ലൊരു സ്ഥലമാണ്. ഇത് ശ്രീ അയ്യപ്പ ക്ഷേത്രം. നമ്മുടെ വലതുവശത്തോട്ട് പോയി കഴിഞ്ഞാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് പേപ്പാറ ഡാം കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ്. ഇരുവശത്തും മരങ്ങളും അതിൻ്റെ തണലും ചെറിയ കാറ്റുമൊക്കെ ആയിട്ട്. ഇത് നമ്മുടെ ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ ഉള്ളൊരു കാഴ്ചയാണ്. പേപ്പാറ ഡാമിൻ്റെ ഒരു കാഴ്ചയാണ്. ഇവിടുത്തെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഒരു 10-6 സ്റ്റെപ്പ് ഇവിടെ തന്നെയുണ്ട്. പിന്നെ കുറച്ച് മുന്നോട്ട് വീണ്ടും സ്റ്റെപ്പ് താഴോട്ട് പോകണം. അങ്ങനെയാണ് ഇതിവിടെ 2 തട്ടായിട്ടാണ്. അപ്പോൾ ഇതുവഴി പോകാം. പിന്നെ അപ്പുറത്തൂടെ റോഡുണ്ട്, അങ്ങനെ നടന്നു വരാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഷോർട്ടായിട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് തന്നെ ഉള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. മൊത്തം പച്ചപ്പും അതിൻ്റെ നടുക്ക് ഒരു വലിയൊരു ഡാമും കാര്യങ്ങളും ആയിട്ടുള്ള നല്ല കാഴ്ചയായിരുന്നു. അപ്പം ഞാൻ ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് വന്നത്. ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് ഇല്ലെന്നും അതുപോലെ കുറച്ച് 3-4 മാസമായിട്ട് ഇത് അടച്ചിടുകയൊക്കെ ആയിരുന്നു. ഇങ്ങോട്ട് ആളെ അങ്ങോട്ട് ഡാമിന് മുകളിലേക്ക് കയറ്റി വിടുന്നില്ലായിരുന്നു. വെള്ളത്തിൽ ആരോ വെള്ളത്തിൽ വീഴുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ഇതാക്കി വെച്ചിരിക്കുകയെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള നിലവിലെ അവസ്ഥ എന്താണെന്നറിയില്ല. എങ്കിലും നമ്മൾ പോയ സമയത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഡാമിൻ്റെ അകത്ത് ഇങ്ങനെ മുകളിൽ നമുക്ക് കയറി നടന്ന് വിശാലമായിട്ട് കാഴ്ചകളൊക്കെ കാണാനും ഫോട്ടോ എടുക്കാനും എല്ലാം പറ്റുമായിരുന്നു. ക്യാമറ അലൗഡ് അല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ അലൗഡാണ്. പക്ഷേ മറ്റുള്ള ക്യാമറകളൊന്നും അലൗഡ് അല്ല. അപ്പം എന്തായാലും നമ്മുടെ മൊബൈലും കൊണ്ട് നമുക്ക് പകർത്താവുന്ന എല്ലാം നമ്മൾ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും അടിപൊളി ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെ നമ്മൾ പേപ്പാറ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് മടങ്ങുകയാണ്. ഈ അടുത്ത് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം.